ടെക് ന്യൂസ് ഇൻ മലയാളത്തിലോട്ട് ഏവർക്കും സ്വാഗതം. യൂട്യൂബിൽ മോശമായ കമൻറ്റ് ഇടുന്നതിന് മുമ്പ് വാർണിംഗ് നൽകുന്ന ഫീച്ചർ വരുന്നു. വാട്സപ്പ് ഡെസ്ക്ടോപ്പ് ആപ്പിൽ വീഡിയോ അതുപോലെ തന്നെ വോയിസ് കോൾ ബട്ടൺ ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഫീച്ചർ അടുത്ത് തന്നെ വരാൻ ചാൻസ് ഉണ്ട്. നോയ്സ് ഇന്ത്യയിൽ നോയ്സിൻ്റെ പുതിയ 6 പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. നോയ്സ് ഡിഫൈ, നോയ്സ് 1 എന്നീ ബ്ലൂടൂത്ത് ഹെഡ്ഫോണുകളും പിന്നെ നോയ്സ് ട്യൂൺ സ്പോട്ട് 2, നോയ്സ് ട്യൂൺ എലൈറ്റ് സ്പോട്ട്, നോയ്സ് ട്യൂൺ ആക്റ്റീവ് പ്ലസ് എന്നീ 3 നെക്ക് ബാൻഡ്സും പിന്നെ നോയ്സ് വൈബ് എന്ന വയർലെസ് സ്പീക്കറുമാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൽ നോയ്സ് 1ൻ്റെയും നോയ്സ് വൈബിൻ്റെയും അതുപോലെ തന്നെ നോയ്സ് ട്യൂൺ ആക്റ്റീവ് പ്ലസിൻ്റെയും വില വരുന്നത് 1299 രൂപയാണ്. നോയ്സ് ഡിഫൈയുടെ വില വരുന്നത് 5499 രൂപയാണ്. നോയ്സ് ട്യൂൺ സ്പോട്ട് 2ൻ്റെ വില വരുന്നത് 799 രൂപയാണ്. പിന്നെ നോയ്സ് എലൈറ്റ് സ്പോട്ടിൻ്റെ വില വരുന്നത് 1099 രൂപയാണ്. ഫ്ലിപ്കാർട്ട് ടു ഗുഡ്സിൽ ടു ഗുഡ് ലോക്കൽ സർവീസ് എന്ന ഫീച്ചർ എത്തിയിരിക്കുകയാണ്. ഇതിൽ ഓഫ്ലൈൻ റീറ്റെയിൽസിൻ്റെയും ഷോപ്പിംഗ് മാളിലെയും പ്രോഡക്ട്സ് കാണിക്കും. ജിയോ സെപ്റ്റംബർ 2020 ഇന്ത്യയിൽ 1.52 മില്യൺ പുതിയ വയേർഡ് ബ്രോഡ്ബാൻഡ് യൂസേഴ്സിനെ ആഡ് ചെയ്തു എന്ന് ട്രൈ അറിയിച്ചിരിക്കുകയാണ്. സെപ്റ്റംബർ 2020 ഏറ്റവും കൂടുതൽ ബ്രോഡ്ബാൻഡ് യൂസേഴ്സിനെ ആഡ് ചെയ്തത് ജിയോ ആണ്. എയർടെൽ സെപ്റ്റംബർ 2020 ജിയോയേക്കാൾ 2.3 മില്യൺ കൂടുതൽ മൊബൈൽ സബ്സ്ക്രൈബേഴ്സിനെ ആഡ് ചെയ്തു എന്ന് ട്രൈ അറിയിച്ചിരിക്കുകയാണ്. ആപ്പിളിൽ ഐക്ലൗഡ് ഫാമിലി ഷെയറിംഗ് നൗ എന്ന ഫീച്ചർ എത്തിയിരിക്കുകയാണ്. ഇതിൽ ഇൻ-ആപ്പ് പർച്ചേസും അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷനും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ കഴിയും. ഇപ്പം iOS 14ലും അതുപോലെ തന്നെ macOS ബിഗ് സർവറിലും മാത്രമേ ഇത് ലഭിക്കൂ. Amazfit GTR 2 എന്ന സ്മാർട്ട് വാച്ച് ഇന്ത്യയിൽ ഡിസംബർ 17 ലോഞ്ച് ചെയ്യും. അത് കഴിഞ്ഞ് Amazfit GTS 2ഉം പിന്നെ GTS 2 മിനിയും ലോഞ്ച് ചെയ്യും. മൂന്നിലും ബിൽറ്റ്-ഇൻ GPSും അതുപോലെ തന്നെ ബ്ലഡ് ഓക്സിജൻ മോണിറ്ററും വരുന്നുണ്ട്. സോണി ഡ്യുവൽ GPUമായിട്ട് വരുന്ന ഒരു കൺസോൾ പാറ്റന്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ക്ലൗഡ് ഗെയിമിങ്ങും വരുന്നുണ്ട്. ഇത് ചിലപ്പം PS5 Pro അയക്കാം. 2021 വരുന്ന സാംസങ് ഫോണുകളിൽ 2013-2014 കാലഘട്ടത്തിൽ ഇറങ്ങിയ പഴയ ഗാലക്സി ഗിയർ വിയറബിൾ സപ്പോർട്ട് ചെയ്യില്ല എന്നാണ് റിപ്പോർട്ട്. പബ്ജിയും പബ്ജിയുടെ പാരന്റ് കമ്പനിയായിട്ടുള്ള ക്രാഫ്റ്റനും മെർജ് ചെയ്തിട്ട് പബ്ജി സ്റ്റുഡിയോ എന്ന പുതിയ കമ്പനി ഫോം ചെയ്തിരിക്കുകയാണ്. ജിയോ ഗൂഗിളുമായിട്ട് ചേർന്ന് ഒരുക്കുന്ന ഫോണുകൾ 2021 ഫസ്റ്റ് ക്വാർട്ടറിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. ഡിസംബറിൽ ലോഞ്ച് ചെയ്യില്ല എന്നാണ് പറയപ്പെടുന്നത്. റിയൽമി X50 Pro എന്ന ഫോണിന് ഇന്ത്യയിലെ ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള റിയൽമി UI 2.0 അപ്ഡേറ്റ് എത്തിയിരിക്കുകയാണ്. നോക്കിയയുടെ 5.4 എന്ന ഫോണ് FCC സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഫോണിൻ്റെ ബാക്കിൽ സർക്കുലർ ഡിസൈനിലുള്ള ക്യാമറ മോഡ്യൂളായിരിക്കും വരിക. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിൻ്റെ ബാക്കിലായിരിക്കും വരിക. വിവോ X60 Pro എന്ന ഫോണിൻ്റെതെന്ന് പറയുന്ന പുതിയൊരു ഇമേജ് ലീക്ക് ആയിരിക്കുകയാണ്. വിവോ X50 Proയിലേതുപോലുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു ഫോണിന് വരുന്നത്. ഹുവാവെ Mate 40 Pro എന്ന ഫോൺ സിംഗപ്പൂരിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 6.76 ഇഞ്ചിൻ്റെ Quad HD+ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ ഫ്രണ്ടിൽ ഡ്യുവൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. കിരിൻ 9000 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 50 മെഗാ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 13 മെഗാ ക്യാമറയും പിന്നെ 3D ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. ഈ ഫോണിൽ 4000 mAh ബാറ്ററിയാണ് വരുന്നത്. ഈ ഫോണിൽ 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓപ്പോ റെനോ 5 സീരീസ് ചൈന ടെലികോം വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഓപ്പോ റെനോ 5 സീരീസിൽ 2 ഫോണുകൾ വരാനാണ് സാധ്യത. ഓപ്പോ റെനോ 5ഉം പിന്നെ ഓപ്പോ റെനോ 5 Proയും. ഓപ്പോ റെനോ 5ൽ 6.55 ഇഞ്ചിൻ്റെ കേർവ്ഡ് ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഓപ്പോ റെനോ 5 Proയിൽ 6.43 ഇഞ്ചിൻ്റെ കേർവ്ഡ് ഡിസ്പ്ലേ ആയിരിക്കും വരിക. പിന്നെ ഓപ്പോ റെനോ 5 എന്ന ഫോണിൽ സ്നാപ്ഡ്രാഗൺ 765G എന്ന 5G പ്രോസസ്സർ വരാനാണ് സാധ്യത. ഓപ്പോ റെനോ 5 Pro എന്ന ഫോണിൽ മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 1000+ എന്ന പ്രോസസ്സർ വരാനാണ് സാധ്യത. പിന്നെ ഈ ഫോണുകൾ ഡിസംബർ 10 ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നത്. സാംസങ്ങിൻ്റെ 3 ഫോൾഡബിൾ ഫോൺ 2021 ലോഞ്ച് ചെയ്യുമെന്ന് UBI പറഞ്ഞിരിക്കുകയാണ്. ഇത് സാംസങ് Z Fold 3, Z Fold Lite പിന്നെ Z Flip 2 എന്നീ ഫോണുകളായിരിക്കാനാണ് സാധ്യത. 3 ഫോണുകളിലും അൾട്രാ തിൻ ഗ്ലാസ് ആയിരിക്കും വരിക. പിന്നെ സാംസങ് Z Fold 3ൽ അണ്ടർ ഡിസ്പ്ലേ സെൽഫി ക്യാമറ വരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പിന്നെ ഈ ഒരു ഫോണിൽ 7 ഇഞ്ചിൻ്റെ വലിയ ഡിസ്പ്ലേയും 4 ഇഞ്ചിൻ്റെ ചെറിയ ഡിസ്പ്ലേയും വരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഫോണിൽ ചിലപ്പം S Pen വന്നേക്കാം. പിന്നെ സാംസങ് Z Fold Liteൽ 7 ഇഞ്ചിൻ്റെ വലിയ ഡിസ്പ്ലേയും അതുപോലെ തന്നെ 4 ഇഞ്ചിൻ്റെ ചെറിയ ഡിസ്പ്ലേയും വരാനാണ് സാധ്യത. പിന്നെ സാംസങ് Z Flip 2ൽ 6.7 ഇഞ്ചിൻ്റെ വലിയ ഡിസ്പ്ലേയും 3 ഇഞ്ചിൻ്റെ ചെറിയ ഡിസ്പ്ലേയും വരാനാണ് ചാൻസ്. വിവോ Y52s 5G എന്ന ഫോൺ ചൈനീസ് ടെലികോം സർട്ടിഫിക്കേഷൻ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. 6.58 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള നോച്ച് വരുന്നതായിരിക്കും. പിന്നെ മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 720 എന്ന 5G പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഫോണിൻ്റെ പിന്നിൽ 48 മെഗാ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. ഫ്രണ്ടിൽ 8 മെഗാ സെൽഫി ക്യാമറ വരുന്നതായിരിക്കും.
പിന്നെ ഈ ഫോണിൽ 5000 mAh ബാറ്ററി വരും. ഈ ഫോണിൻ്റെ വില 1998 യുവാൻ ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതായത് ഏകദേശം 21,000 രൂപ. MI 11 എന്ന ഫോണിൻ്റെ കൺസെപ്റ്റ് റെൻഡർ ഇമേജ് പുറത്തു വന്നിരിക്കുകയാണ്. ഇതിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കാണിച്ചിരിക്കുന്നത്. ഫ്രണ്ടിൽ കേർവ്ഡ് ഡിസ്പ്ലേയും കാണിച്ചിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. സാംസങ് M12 ബ്ലൂടൂത്ത് SIG സർട്ടിഫിക്കേഷൻ സൈറ്റിലും അതുപോലെ തന്നെ വൈഫൈ അലയൻസ് സൈറ്റിലും ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഫോണിൽ 6.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ വരാനാണ് സാധ്യത. അതുപോലെ തന്നെ ഈ ഫോണിൽ 7000 mAh ബാറ്ററി വരാനും സാധ്യതയുണ്ട്. മൈക്രോമാക്സ് ഇൻ 1B എന്ന ഫോണിൻ്റെ അടുത്ത സെയിൽ ഡിസംബർ 10 നടക്കും. ഫ്ലിപ്കാർട്ട് വഴിയായിരിക്കും ഈ ഫോണിൻ്റെ സെയിൽ നടക്കുക. 6.52 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. മീഡിയാടെക്കിൻ്റെ ഹീലിയോ G35 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഫോണിൻ്റെ പിന്നിൽ 13 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയും വരും. പിന്നെ 5000 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൻ്റെ 2GB RAM 32GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 6999 രൂപയും 4GB RAM 64GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 7999 രൂപയുമാണ്. സാംസങ് S21 എന്ന ഫോൺ ഗീക്ബെഞ്ച് സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറുമായിട്ട് വരുന്ന വെർഷനാണ് ഇപ്പോൾ ഗീക്ബെഞ്ച് സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഫോണിന് സിംഗിൾ കോറിൽ 1075 പോയിന്റും മൾട്ടി കോറിൽ 2916 പോയിന്റുമാണ് ലഭിച്ചിരിക്കുന്നത്. ഈ ഫോണ് സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറുമായിട്ട് വരാനാണ് സാധ്യത. പിന്നെ 8GB റാമിൻ്റെ വെർഷനാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. മോട്ടറോളയുടെ നിയോ എന്ന കോഡ് നെയിമിൽ വരുന്ന ഫോണിൻ്റെ ഇമേജ് ലീക്ക് ആയിരിക്കുകയാണ്. ഇതിൽ ഫ്രണ്ടിൽ ഡ്യുവൽ ക്യാമറയാണ് വരുന്നത്. ഡ്യുവൽ പഞ്ചോൾ ഡിസ്പ്ലേ ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 865 എന്ന പ്രോസസ്സർ വരാനാണ് സാധ്യത. പിന്നെ ഇത് G സീരീസിൽ വരുന്ന ഫോണായിരിക്കുമെന്നും പറയപ്പെടുന്നുണ്ട്. ഗൂഗിൾ പിക്സൽ XE എന്ന ഫോണിൻ്റെ എന്ന് പറയുന്ന പുതിയൊരു ഇമേജ് ലീക്ക് ആയിരിക്കുകയാണ്. ഈ ഒരു ഫോണിൽ സെൻട്രൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഇതിൽ NFC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്യുവൽ സിം സപ്പോർട്ടും വരുന്നുണ്ട്. ഈ ഫോണിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും ഇപ്പോൾ പറയാൻ കഴിഞ്ഞിട്ടില്ല. ടെക്നോ പോവ എന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 6.8 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ ഫ്രണ്ടിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. മീഡിയാടെക്കിൻ്റെ ഹീലിയോ G80 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 16 MP ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. 6000 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ 4GB RAM 64GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 9999 രൂപയും 6GB RAM 128GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 11,999 രൂപയുമാണ്. മോട്ടറോളയുടെ മോട്ടോ G9 പവർ എന്ന ഫോണിൻ്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഡിസംബർ 8 ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. 6.8 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ വരും. സ്നാപ്ഡ്രാഗൺ 662 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 64 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയും വരും. പിന്നെ 6000 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും.